സ്നേഹമുള്ളവരെ, 2024 ഡിസംബർ മാസം ഒരു ഭവനത്തിൽ കയറി വന്നപ്പോൾ മനോഹരമായ ഒരു പുൽക്കൂട് കണ്ടു. അവിടെ ഒരു കുഞ്ഞുവാവയുമുണ്ട്. ആ കുഞ്ഞുവാവേനെ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചു. അപ്പോൾ ഷെപ്പേഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബെത്ലഹേമിൽ. യേശു ബെത്ലഹേമിൽ ജനിച്ച് ഉണ്ണീശോയെ മറിയവും യോസേപ്പും കൂടി ചേർന്ന് ഒരു പുൽത്തൊഴുത്തിൽ കിടത്തി. അവിടെ കിടത്തി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ മാലാഖ വന്നു. ഒരു വ്യൂഹം മാലാഖ വന്നു എന്നാ ലൂക്കാസ് സുവിശേഷം പറയണത്. ആ മാലാഖ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും. ഇപ്പൊ ക്രിസ്മസിന്റെ ഏറ്റവും നല്ലത് സന്തോഷമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഈ സമാധാനവും ശാന്തിയുമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ പിടിച്ചോടിയ. ഇവന്റെ മാമുദിസ പേര് ലൂക്കായ എന്നാണ്. ഇവനെ ലൂക്കായ എന്നാ വിളിക്കുന്നത്, ലൂക്കാച്ചൻ. ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട കാര്യം വന്നത്. അവിടെ പറഞ്ഞ ആ വാക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടില്ലേ. ഇന്ന് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഈ മാലാഖ പ്രത്യക്ഷപ്പെടുന്ന അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ആരുടെ മുഖമാ സന്തോഷിക്കാത്ത? ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ക്രിസ്മസ് പപ്പയെ കാണുമ്പോഴും ഒരു കുഞ്ഞിനെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്മസ് പപ്പ വന്നിരിക്കുക, ലൂക്കാ പാപ്പ, ക്രിസ്മസ് പപ്പ. നല്ലതാണ്. ഈ പപ്പയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതിന്റെ മാതാപിതാക്കന്മാർക്ക് ഞാനിതെടുത്ത് പറയുമ്പോൾ ജിബിയായിക്കും ജാനും ഒക്കെ ഒത്തിരി സന്തോഷം, ജെറിക്കും ഒക്കെ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്, സമാധാനമാണ്. ജിബിയായിക്കും ജാനും വളരെ സന്തോഷം. അപ്പൊ ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ 3 രാജാക്കന്മാർ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ സമ്മാനം കൊടുക്കാനുണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ ഈ പുൽക്കൂട്ടിലേക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം. ഉണ്ണീശോയ്ക്ക്, ഈശോയ്ക്ക്. ആടുകൾ വരുന്നുണ്ട്, ആട്ടിടയന്മാർ വരുന്നുണ്ട്. ഇവരൊക്കെ സമാധാനമാണ് നമുക്ക് തരുന്ന ക്രിസ്മസ്. ആ സമാധാനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. പുൽക്കൂട്ടിൽ വന്ന ആ ആട്ടിടയന്മാര് അവർ മാതാവിനെയും യൗസേപ്പിനെയും ഉണ്ണീശോയെയും കണ്ടു എന്നാ പറയുന്നത്. നമുക്കിന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഈ യൗസേപ്പിതാവിനെയും മാതാവിനെയും ഉണ്ണീശോയെയും കാണുവാനായിട്ട് നമുക്ക് പുൽക്കൂട്ടിലേക്ക് ഈ ക്രിസ്മസ് രാത്രിയിൽ പോകുന്നവരുണ്ടാകാം. പകല് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുണ്ടാകാം. പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ആ ഉണ്ണീശോ തന്നെയാണ് നമ്മുടെ നാവിലേക്ക് വരുന്നത്. ഇന്ന് വിശുദ്ധി അടിമാലിയിൽ ഞാൻ കുർബാന ചൊല്ലി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജോസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒരു 10-13 വർഷം മുമ്പ് ഈ സ്ത്രീയുടെ കൈയുടെ വിരലിന്റെ അറ്റമൊക്കെ പാണ്ഡുരോഗം വന്നിട്ടിരിക്കുക, ചുണ്ടൊക്കെയായി. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈശോയെ കൊടുത്തു. സ്നേഹമുള്ളവരെ, ആ ഈശോയെ സ്വീകരിച്ച അതേ നിമിഷം പൂർണ്ണമായിട്ട് ആ സഹോദരിയുടെ പാണ്ഡുരോഗം വിട്ടു. 13 വർഷം കഴിഞ്ഞ് ഇന്ന് ആ സ്ത്രീയുടെയും ആ ഭർത്താവിന്റെയും കരങ്ങളിൽ പിടിച്ചപ്പോൾ എത്രയോ സന്തോഷമാണ്. ആ സന്തോഷം, ക്രിസ്മസിന്റെ സന്തോഷം, ആ സമാധാനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. സമാധാനം മേടിക്കുന്നവർ മാത്രമായ പോരാ, നമ്മളെല്ലാവരും സമാധാനം കൊടുക്കണം. ഒരിക്കൽ കൂടി ഈ 2024 ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ, ക്രിസ്മസിന്റെ സമാധാനം ഈ ലൂക്ക ക്രിസ്മസ് പപ്പയോടൊപ്പം നിങ്ങൾക്ക് ഞാനും നേരുന്നു. ദൈവമേ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉണ്ണീശോയെ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ.